ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫാത്തീസ് ലൈഫ്. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെ മക്കളെ സ്കൂളിൽ പോകാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതാ ഫുഡ് ചോറും കറിയും സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ മക്കളെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്ന് മക്കൾക്ക് ബീട്രൂട്ട് ഉപ്പേരി അതുപോലെ തന്നെ മുട്ട തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മക്കളങ്ങനെ പോവാൻ റെഡി സമയമായി. അപ്പം നമ്മളെ മക്കൾ പോവാണ് കേട്ടോ. ഡി അപ്പം അങ്ങനെ മക്കൾ പോയി. അല്ല, ബസ് വരാനുള്ള ടൈമായിട്ടോ. അപ്പം ഇനി അടുത്തത് മുറ്റടിച്ച് വരണം. അങ്ങനെ നമ്മൾ മുറ്റടിച്ച് വരലും അകെല്ലാം അടിച്ച് വരലും തുടക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളെ ഫ്രിഡ്ജ് ഇത് അവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിന് ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജ്. അപ്പോൾ അത് കൊണ്ടുപോകാൻ ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചായ കുടിക്കണം. ഇവിടെ ഹസ്ബൻഡ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് കുറച്ച് പണികളുണ്ട് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അകം എല്ലാം അടിച്ചു വാരലും തുടക്കലെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ്ട്. അപ്പോൾ അതിനെ ഞാൻ മീഷോന്ന് കുറേ പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് അതൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഉള്ളിക്കൊട്ടയും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണേ. അപ്പം നമുക്കതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് നമ്മൾ പഴയ ഫ്രിഡ്ജത്തെ ബോക്സാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ പാത്രത്തിലാക്കി വെക്കണം. ആദ്യം ചായ കുടിക്കണം. നമ്മളെ ചോറാണ് കേട്ടോ. അപ്പം നമ്മളെ ഫ്രിഡ്ജൊക്കെ പോയി. അപ്പം ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പം ഞാൻ ആദ്യം ചായ കുടി ചെയ്യട്ടെ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിൻ്റെ മുട്ട തോരനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കട്ടൻ ചായ കേട്ടോ. അപ്പം ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അങ്ങനെ 9 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചോറും കറിയും ഇവിടെ അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാണ്. അപ്പം നമ്മളെ ഫ്രിഡ്ജ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള റെഡിയാക്കലാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ ഈ ഒരു സംഭവം നമ്മൾ കഴുകി വെക്കുന്ന സമയത്ത് കഴുകി തുടച്ച് ഇതിൽ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പച്ചക്കറിയിൽ നിന്ന് വെള്ളമൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇതിൽ ആവാനാണ് കേട്ടോ. അതിൽ കൂടെ ആ വെള്ളത്തിൽ കിടന്നിട്ട് കേട് വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങ് നമ്മളിതൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ള വെജിറ്റബിൾസൊക്കെ ഞാനിങ്ങനെ കഴുകിയൊക്കെ തുടച്ച് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. പിന്നെ നമ്മൾ ഇത് കറിവേപ്പില ഇട്ട പാത്രമാണ്. പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലും ഇനി കട്ട് ചെയ്തെങ്ങാണ്ടൊക്കെ ഇടണം, അല്ലെങ്കിൽ കുറച്ച് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ബോക്സ് നമ്മൾ എവിടെയും അതുപോലെ തന്നെ ഡോർമലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർമലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വല്ല ഉള്ളി അരിഞ്ഞത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തക്കാളി പീസാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക. അതേപോലെ തന്നെ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ തോല് പൊളിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് അടച്ച് വെക്കാനുള്ള പാത്രമാണ്. അങ്ങനെ അതെല്ലാം നമ്മൾ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊന്നും അധികം ഫ്രിഡ്ജിലാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണെങ്കിലും ഒന്നും ആവില്ല. അപ്പോൾ ഇതേപോലെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കുറച്ച് വലിയ ഐറ്റംസൊക്കെ ഇതിലിറക്കി വെച്ചിട്ടുണ്ട്.
അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയതായിട്ടൊക്കെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചാൽ അധികം വൃത്തിയോടെ പെട്ടെന്ന് ആവാതെ കിട്ടും കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തത് ഉള്ളീൻ്റെ കൊട്ട. ഇത് ഇന്നലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം അത് ഇതിൻ്റെ ആ ഒരു ഹോൾസ് കൂടെ ഉള്ളീൻ്റെ തോലും സംഭവങ്ങളൊക്കെ താഴെ ചാടുന്നതിന് ഒരു ചെറിയൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഓരോ തട്ടിൽ ഓരോന്നായിട്ടാണ് കേട്ടോ വെക്കൽ. അപ്പം അതേപോലെ വെക്കുകയാണ്. അപ്പം നമ്മൾ സവോള വെച്ചു. അപ്പം അതുപോലെ തന്നെ കിഴങ്ങ്, അങ്ങനെ 4 തട്ടുണ്ടത്. അപ്പം 4 തട്ടിലും ഓരോന്നായിട്ട് വെക്കണം. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അളവിനെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, സെറ്റിങ്സ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം ആ ആൾ വന്ന് അവിടെ ഫ്രിഡ്ജ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹയറിൻ്റെ കമ്പനിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർ വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ വെക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇതിലാണ് കേട്ടോ വെക്കൽ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടൊരു ഉപ്പേരി ഉണ്ട്, പിന്നെ കപ്പ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മോര് കറി, പിന്നെ നമ്മളെ മീൻ കറി ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പോവാൻ ടൈമായിട്ടുണ്ട്. എനിക്ക് ക്ലാസ്സിന് പോവാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ 11 മണിയായിട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി, കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ പോവാൻ ടൈമായപ്പോൾ ഞാൻ വേഗം ചോറ് കഴിച്ചിട്ടാട്ടോ പോയത് 11 മണിക്ക്. പിന്നെ ഒരു 3 മണി വരെ ഞാൻ ക്ലാസ്സിലിരുന്നു, 3:30 വരെ ക്ലാസ്സിലിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് മക്കളെ എടുത്തിട്ടാണ്, സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഇതാ നമ്മളെ ബ്രെഡ് ഫ്രൈ ചെയ്തതും ചായയായിരുന്നു ഒന്ന്. അപ്പോൾ അതൊക്കെ കുടിച്ചു. പോയി മുട്ടായിയൊക്കെ ഐസ് വാങ്ങിക്കൊണ്ടു. എങ്ങനെയുണ്ട് ഐസ്? ഐസ് എങ്ങനെയുണ്ട് ബേബി? ഇങ്ങോട്ടാ ഐസ് എങ്ങനെയുണ്ട്? സൂപ്പർ. കൊതുക് അടിക്കുന്നുണ്ട്. ഓക്കേ. അപ്പോൾ അത് നമ്മളെ ഫിറും ഫ്രണ്ടും കൂടി പള്ളിയിൽ പോവാണ് കേട്ടോ. മരുവിൻ്റെ മാങ്ങ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.